ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ്. മൊത്തം 21ഓളം റിലീസുകളാണ്. ഇന്ന് 10ഓളം റിലീസുകൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നാളെ 11ഓളം റിലീസുകളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ഇതിനു മുമ്പ് തന്നെ തമിഴ് റിലീസ് ചെയ്തിട്ടുണ്ട്. സൂര്യ, അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗരുഡ എന്ന് പറഞ്ഞ സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ, ഈ ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ബാലെ ഉന്നാദെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. TV വിൻ വഴിയാണ് ഈ ഒരു സിനിമ, ഈ ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഹെഡ് സ്റ്റോപ്പർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹോൾഡ് യുവർ ബ്രീത്ത് എന്ന സിനിമയാണ്. ഒരു ഡ്രാമ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൗസ് ഓഫ് സ്പോയിൽസ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ് അടുത്തത്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തത് ഇഫ് എന്ന് പറഞ്ഞൊരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഐട്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നോരിയാങ് ഡെഡ്ലി സീ ആക്ഷൻ ഹിസ്റ്ററി ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത നമ്മുടെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ട്രബിൾ എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഒക്ടോബർ മാസം 4-ാം തീയതി റിലീസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ് മൻവാട്ട് മർഡേഴ്സ് എന്ന സീരീസ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മറാഠി സീരീസ് ആണ്. മറാഠി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ, ബംഗാളി ഭാഷകളായിട്ട് സോണി ലീവ് വഴി ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. രാത്രി തന്നെ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നാളെ റിലീസ് ചെയ്തേണ്ട സീരീസാണ്. 12 ശേഷം റിലീസ് ചെയ്യുന്ന സീരീസാണ്. കുറച്ച് മുമ്പേ തന്നെ സോണി ലീവിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീരീസുകളാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഒക്ടോബർ മാസം 4-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അമർ പ്രേം കഹാനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ആനന്ദവരം ഡയറീസ് എന്ന സിനിമ. ഈ സിനിമയിൽ മീനയായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ മനോരമ മാക്സ്, ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബാലു ഗാനി ടോക്കീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ തെലുങ്കിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കളേഴ്സ് ഓഫ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്. അനന്യ പാണ്ഡെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത CTRL എന്ന് പറഞ്ഞ സിനിമ. കൺട്രോൾ ആണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. കലിംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഫ്രഞ്ച് മൂവിയാണ്. പെറ്റിറ്റ്സ് മെയിൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു കോമഡി മൂവി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സ്പാനിഷ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ പ്ലാറ്റ്ഫോം 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം സ്പാനിഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അനുപഗർ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ദ സിഗ്നേച്ചർ എന്ന് പറയുന്ന സിനിമ. C5 വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഒരു നൊടി എന്നാണ് സിനിമയുടെ പേര്. ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. നമ്മുടെ അർജുൻ സർജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിരുന്നു എന്ന് പറഞ്ഞ സിനിമ. ഈ മലയാള സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. തമിഴ് ഡബ്ഡ് വേർഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴിലും മലയാളത്തിലും ഒരേപോലെ തന്നെ റിലീസ് ചെയ്ത
സിനിമയായിരുന്നു, അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ് മലയാളത്തിലും തമിഴിലായിട്ട്. അപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ട് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മലയാളം ഡബ്ഡ് വേർഷൻ ചിലപ്പോൾ നാളെ തന്നെ ഇന്ന് രാത്രി തന്നെ ആമസോൺ പ്രൈമിൽ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലുമൊക്കെ സർപ്രൈസ് റിലീസുകൾ നമുക്ക് ഇന്ന് രാത്രി 12 ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.